പ്രിയപ്പെട്ടവരെ, സമസ്ത എന്ന മഹിതമായ മഹാപ്രസ്ഥാനം ഇതാ ആരുടെ മുമ്പിലും അടിയറവ് പറയാനുള്ളതല്ല. ഏതെങ്കിലും എല്ലാവരും പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചാഞ്ഞുകൊണ്ട് ഒരു പക്ഷത്തിന് വേണ്ടി മാത്രം നിലപാട് പറയേണ്ട ഒരു സംവിധാനമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മത നവോത്ഥാന രംഗങ്ങളിലെല്ലാം ഈ സമസ്ത എന്ന മഹിതമായ മഹാപ്രസ്ഥാനം ഒറ്റക്കെട്ടായി അജയ്യമാണ്. ഉച്ചയിസ്തരം ഇത് അജയ്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങൾ മലപ്പുറത്തിന്റെ മനതാരിലൂടെ കടന്നു വരുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ. റോഡിന് ഇരുവശങ്ങളിലും നാവാലവൃത്തം ജനത ഒഴുകിയെത്തുന്നു. ഈ തങ്ങളുടെ വാഹന വ്യൂഹത്തിന്റെ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇരിക്കുന്ന ഇടത്തു നിന്ന് അതിന്റെ മറ്റൊരു ഭാഗത്തിൽ അതിന് പിറകിലായി സമസ്തയുടെ മൂവർണ്ണ പതാക കൈകളിലേന്തി ആയിരങ്ങൾ അനുഗമിക്കുന്ന മനോഹരമായ കാഴ്ച. ക്ലോസ് റേഞ്ചിൽ നമുക്ക് ജിഫ്രി തങ്ങളെ കാണാം, ക്യാപ്റ്റനെ കാണാം, ക്യാപ്റ്റന്റെ ആ ടീമിനെ നമുക്ക് കാണാം. തൊട്ടുപിറകിൽ ഇതാ നമ്മുടെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ തൊട്ടുപിറകിലുണ്ട്. തങ്ങളെ സ്വാഗതം. ഈ ഒരു യാത്രയെ കുറിച്ച് തങ്ങൾക്ക് എന്താണ് അഭിപ്രായം? തങ്ങളെ യാത്ര വളരെ വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോ ജില്ലയുടെ ആസ്ഥാനത്തേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത്. ഇന്നലെ തിരൂരിലുണ്ടായിരുന്നു. ഇപ്പോൾ ജില്ലയിലെ ആസ്ഥാനത്തെത്തി. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇവിടെ പങ്കെടുക്കുന്നതാണ്. ഈ ഒരു യാത്ര സമസ്തയിൽ ഉണ്ടാക്കുന്ന ഈ ഒരു യാത്രയ്ക്ക് ശേഷം ഒക്കെ ഉണ്ടാകുന്ന ഒരു വലിയൊരു മാറ്റത്തെ എങ്ങനെയാണ് തങ്ങൾ വിലയിരുത്തുന്നത്? നമ്മുടെ 100ാം വാർഷികത്തിന്റെ അതിന്റെ മുന്നോടിയായി അതിന്റെ പ്രചരണം എന്നുള്ള നിലക്കാണ് ഈ യാത്ര. ഈ യാത്ര വളരെ ശ്രദ്ധേയമായിരിക്കുന്നു. എല്ലായിടത്തും നമ്മുടെ പാർട്ടിയുടെ നമ്മുടെ സംഘടനയുടെ പ്രവർത്തകന്മാര്, അഭ്യുദയകാംക്ഷികൾ, അതുപോലെ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ നേതാക്കൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ആശീർവദിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം.